വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതിയതാണ് എന്ന് തെളിവില്ലാതെ വ്യാജമായി അലസമായി അവകാശപ്പെടുന്ന ശത്രുക്കൾ ഇന്നുമുണ്ട്. അവരുടെയൊക്കെ കണ്ണു തുറപ്പിക്കുന്ന ഒരു പ്രയോഗം, ഒരു വചനം, ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. അധ്യായത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഇതാണ്. മക്കക്കാരായ പ്രമാണിമാർ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മാത്രമായി ഒരു സഭയൊരുക്കിയാൽ ഇസ്ലാം കേൾക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതിൻ്റെ ഇടയിലേക്ക് താഴ്ന്ന ആളുകൾ, അടിമകൾ, ദുർബലർ അവരൊന്നും വരരുത്. ഞങ്ങൾ പ്രമാണിമാർ മാത്രമുള്ള ഒരു എലൈറ്റ് ക്ലാസ് പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹിനെ അടുത്തേക്ക് വരികയാണ്. അത് സമ്മതിക്കൽ ശരീഅത്തിൽ തെറ്റൊന്നുമല്ല. ഇന്നിപ്പോൾ ഒരു പ്രബോധകനെ അങ്ങനത്തെ ഒരു ടീം വിളിച്ചാൽ ഹി ഷുഡ് ഗോ ദർ ആൻഡ് ഹി ഷുഡ് പ്രീച്ച് ഇസ്ലാം. ഹി ഷുഡ് പ്രീച്ച് ദ മെസ്സേജ് ഓഫ് ഇസ്ലാം, ദാറ്റ് ഈസ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. സാർവലൗകികമായ ഇസ്ലാമിൻ്റെ സാഹോദര്യം എന്ന മൂല്യം അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കണം. ആ പഠനത്തിൻ്റെ ശേഷം അവരുടെ ഹൃദയം തുറക്കും. പിന്നെ അവർ ഈ ഗോത്രീയ ചിന്ത പ്രസംഗിക്കില്ല. അപ്പോൾ അതിന് അവർ കേൾക്കാൻ ആദ്യം തയ്യാറാകണം. പുണ്യനബിയും അതേ ആഗ്രഹിച്ചുള്ളൂ. അതെ, അവർ ഇസ്ലാം കേൾക്കട്ടെ. ഇസ്ലാം ബോധ്യമായാൽ അവരുടെ മനസ്സിൽ നിന്നും ഈ ഗോത്രീയ ചിന്ത ഇല്ലാതാകും. പിന്നെ അവർ ഇക്കാര്യം ഒരിക്കലും പറയില്ല എന്ന് പുണ്യനബിക്കും അറിയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചു. അങ്ങനെ ആ സദസ്സ് ഒരുമിച്ച് കൂടി. പുണ്യനബി അവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് അന്ധനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം അവിടേക്ക് വരുന്നത്. ദുർബലനാണ്, പ്രമാണിമാരുടെ വേദിയിൽ ഇരുത്താൻ പറ്റാത്തവരെന്ന് ഇവർ വിചാരിച്ച വ്യക്തിയാണ്. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂം അവിടെ വന്നപ്പോൾ പുണ്യനബിയിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിച്ചു കൊണ്ടുവരികയാണ്. പുണ്യനബി മുഖം ഒന്ന് ചുളിച്ചു. അബസ വതവല്ല എന്ന സൂറത്ത് അവതീർണമാകുന്നത്, അതിൻ്റെ 12 വചനങ്ങൾ പുണ്യനബിയുടെ ആ പ്രവൃത്തിയെ തിരുത്തിക്കൊണ്ട് അവതീർണമാകുന്നത് ആ രംഗത്താണ്. സത്യത്തിൽ അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂമിനെ പുണ്യനബി വേദനിപ്പിച്ചിട്ടില്ല ആ സമയത്ത്, ആ വചനം ഇറങ്ങുന്നത് വരെ. കാരണം അന്ധനായ സഹാബിക്ക് പുണ്യനബി മുഖം ചൊളിച്ചത് കാണാൻ കഴിയില്ല. എന്നാലോ ഈ കൂടി നിൽക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ കഴിയും. അങ്ങനെ അവർ ക്ലാസ് കേൾക്കും, പ്രബോധനം അവർ ശ്രദ്ധിക്കും. അതോടെ അവരുടെ ഹൃദയം മാറും. പിന്നെ അവരുടെ ഗോത്രീയ ചിന്ത ഇല്ലാതാകും. ഇതാണ് നബി തങ്ങളുടെ മനസ്സിലുള്ളത്. ഒരു പ്രബോധകൻ എങ്ങനെ ചിന്തിക്കണമോ, എങ്ങനെ ചിന്തിക്കുമോ അതുപോലെയാണ് ചിന്തിച്ചതും. പക്ഷെ അള്ളാഹു പറഞ്ഞു, അള്ളാഹു തിരുത്തി എന്ന് പറയുന്നതിലും അസാംഗത്യമുണ്ട്. കൂടുതൽ ശരി പഠിപ്പിക്കുകയാണ്. അതുവരെ പഠിപ്പിക്കാത്ത ഒരു ശരി അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രവൃത്തിയെ വിമർശിക്കുന്നതായി വീക്ഷകന്, ശ്രോതാവിന്, പാരായണം ചെയ്യുന്ന വ്യക്തിക്ക്, വായനക്കാരന്, അനുവാചകന് മനസ്സിലാകുന്ന രീതിയിൽ ആണ് വിശുദ്ധ ഖുർആനിൻ്റെ പിന്നീട് അവതരിച്ച വചനങ്ങൾ. അതിൽ 80-ാമത്തെ അധ്യായമാണ്. 1 മുതൽ 12 വരെയുള്ള വചനങ്ങൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്നതായി വിലയിരുത്താവുന്നതാണ്. സത്യത്തിൽ വിമർശിക്കുകയല്ല, കൂടുതൽ ശരി പഠിപ്പിക്കുകയാണ്. എന്നെ അദബ് പഠിപ്പിക്കുന്നത്, എനിക്ക് മാനേഴ്സ് പഠിപ്പിക്കുന്നത്, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബ, എനിക്ക് അദബ് പഠിപ്പിക്കുന്നത് ആരാ? അള്ളാഹുവാണ് എന്ന് പറയുന്നത്, എൻ്റെ അദബ് പഠിപ്പിക്കലും നന്നാക്കിയതും അള്ളാഹുവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ്, തർബിയത്തിൻ്റെ ഭാഗമാണ് ഇത്. എന്നാൽ അള്ളാഹു പറയുന്നത്, അങ്ങ് എന്തിനങ്ങനെ ചെയ്തു? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങയുടെ അടുത്തേക്ക് വന്ന അബ്ദുല്ലാഹി ബിൻ ഉമ്മി മക്തൂമിന് അറിവ് പകർന്നു നൽകിയാൽ അദ്ദേഹം നല്ല പ്രവൃത്തികൾ ചെയ്യുമായിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ഹൃദയം സംസ്കരിക്കപ്പെടുമായിരുന്നല്ലോ. അതല്ലേ അങ്ങേക്ക് ബാധ്യതയുള്ളൂ. എന്തിനാണ് ഈ ഗോത്രീയ ചിന്ത പേറി നടക്കുന്നവർക്ക് വേണ്ടി അങ്ങ് സമയം കളയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് 12 വചനങ്ങൾ. ഈ 12 വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഇന്നുമുണ്ട്. ഈ വചനങ്ങൾ ലോകാന്ത്യം വരെ വിശ്വാസികൾ പാരായണം ചെയ്യുന്നുമുണ്ട്. മുഹമ്മദ് നബിയാണ് ഖുർആൻ എഴുതിയത് എങ്കിൽ എങ്ങനെയാണ് തന്നെ വിമർശിക്കുന്ന വചനങ്ങൾ അതിലുണ്ടാകുക? ലോകാന്ത്യം വരെ തന്നെ വിമർശിക്കുന്ന വചനങ്ങൾ താൻ എഴുതിയ ഗ്രന്ഥത്തിൽ എങ്ങനെ ഉണ്ടാകും? ഇനി എഴുതിയത് മുഹമ്മദ് നബി അല്ല, എന്നാൽ അള്ളാഹു ഇറക്കിയ വചനങ്ങളിൽ ഭേദഗതി വരുത്താൻ, നസ്ഖ് ചെയ്യാനെങ്കിലുമുള്ള അവകാശം മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വചനങ്ങൾ നസ്ഖ് ചെയ്യണ്ടേ? മിനിമം പാരായണമെങ്കിലും. അപ്പോൾ പിൽക്കാലക്കാർ അതിനിരന്തരം ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് കേൾക്കേണ്ടി വരില്ലല്ലോ. പക്ഷേ അള്ളാഹു ഇറക്കിയ ഒരു വചനത്തിലെ ഒരു അക്ഷരത്തെ പോലും പരിവർത്തിപ്പിക്കാൻ പുണ്യനബിക്ക് സ്വാതന്ത്ര്യമില്ല എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ഈ വചനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അനേകം വചനങ്ങളുണ്ട്. ആയിഷ ബീബി പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടായിരുന്നുവെങ്കിൽ സൂറത്തുൽ അഹ്സാബിൽ സൈനബ് ബീവിയുമായി നടന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് ഖുർആൻ നടത്തിയ പ്രയോഗം പുണ്യനബിക്ക് ഒഴിവാക്കുമായിരുന്നു എന്നാണ്. കാരണം ലോകാന്ത്യം വരെയുള്ള ആളുകൾ തന്നെ തെറ്റിദ്ധരിക്കാൻ അല്ലെങ്കിൽ തന്നെ വിമർശിക്കാൻ ഒരു പഴുത് നൽകുന്ന രീതിയിലുള്ള വചനമാണത്. ഒരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിലോ പ്രയോഗത്തിലോ ഒരു പോരായ്മയുമില്ല.
പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ ആർക്കും എന്തും പറ്റുമല്ലോ, ഏത് വസ്തുതയും വളച്ചൊടിക്കാൻ പറ്റും. അങ്ങനെ വിമർശകർക്ക് ഒരു ആയുധമാക്കാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നടത്തിയത്. മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും ഒരു റോൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വചനത്തെ ഖുർആനിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കും ആയിരുന്നല്ലോ. പക്ഷെ ശ്രമിച്ചിട്ടില്ലല്ലോ. കാരണം ഇതിൻ്റെ അവതരണത്തിലും അതിൻ്റെ ദുർബലപ്പെടുത്തലിലുമൊന്നും മുഹമ്മദ് നബിക്ക് യാതൊരു കൈകടത്തലിനും അവകാശമില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികമായ ഉറവിടത്തിൻ്റെ തെളിവായി നാം മനസ്സിലാക്കുന്നത്.